നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അവയവദാന തട്ടിപ്പിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മുഖ്യപ്രതിയുടെ ഭാര്യ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. കുന്നത്തുനാട് പോലീസാണ് റഷീദയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഗിൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഗിൻ, എവിടെ നിന്നാണ് ഈ റഷീദ പിടിയിലായിരിക്കുന്നത്? എന്താണ് ഈ അവയവദാന തട്ടിപ്പിന്റെ പങ്ക്? സുപ്രധാനമായിട്ടുള്ള എന്തൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ്? അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? കേസിൽ മറ്റൊരു അറസ്റ്റ് കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മുഖ്യപ്രതി നജീബിന്റെ ഭാര്യ റഷീദയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുന്നത്തുനാട് പോലീസാണ് ഇവരെ പിടികൂടിയത്. അതിനുശേഷം തുടർ നടപടികളും സ്വീകരിച്ചു. ഇതോടുകൂടി കേസിൽ കൊച്ചിയിൽ അറസ്റ്റിലാവുന്നവരുടെ എണ്ണം 4 നേരത്തെ മറക്കാല കടിയൻ വീട്ടിൽ സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, അതോടൊപ്പം തന്നെ സനോജ് എന്നീ 3 പേർ അറസ്റ്റിലായിരുന്നു. അതിന് പിന്നാലെയാണ് റഷീദ കൂടി പിടിയിലാകുന്നത്. മുഖ്യപ്രതി നജീബിനായി പോലീസ് വിപുലമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. ഇതിനിടയിലാണ് റഷീദ പിടിയിലായിരിക്കുന്നത്. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിലാകും, അറസ്റ്റിലാകുമെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഈ അവയവദാനത്തിനായി വ്യാജരേഖ ചമയ്ക്കുകയാണ് ഈ സംഘം ചേർന്ന് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വ്യാജരേഖ ചമച്ച് അവയവദാനം നടത്തിക്കുകയാണ് ഇവർ പല കാര്യങ്ങളിലുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ അറസ്റ്റായിൽ നേരത്തെ ഈ വ്യാജരേഖ ചമയ്ക്കാൻ കൂട്ടുന്നവരടക്കമുണ്ട്. ഏതായാലും നജീബിനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ പോലീസിന് മുന്നിലേക്ക് വരികയുള്ളൂ. അതിന്റെ ഭാഗമായിട്ടുള്ള ഓരോ അറസ്റ്റുകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സംസ്ഥാനത്തെ തന്നെ ഞെട്ടിച്ച സംഭവമാണ് ഈ അവയവദാന തട്ടിപ്പ്. കേൾവിയില്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ മുഖ്യപ്രതിയുടെ ഭാര്യ അറസ്റ്റിലായിരിക്കുകയാണ്. കുന്നത്തുനാട് പോലീസാണ് റഷീദയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടി എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. എസ് രാഗിനാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്.